Instant Magic Beats, ready? Okay. UGS Gold Loan, Mystic Ragas. Super Orchestra. Hi. Judges. Yes, Paru. Yes. ഞാൻ ഇങ്ങനെ വിളിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നല്ലേ? സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് വിളിക്കില്ലേ, പേര് വിളിക്കില്ലേ, പ്രസന്റ് സർ, അതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. Boys and good girl. താങ്ക് യു Thank you അച്ചടക്കത്തോടെ നല്ല Good night, miss. അച്ചടക്കത്തോടെ നമ്മളാ മിണ്ടാണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കറങ്ങി വരണ വരെ നിങ്ങൾ We are waiting. വെയിറ്റിംഗ്. ഗുഡ്. അപ്പൊ പ്രേക്ഷകരെ വെയിറ്റ് ചെയ്യണം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes. എന്നാ പിന്നെ ലേറ്റസ്റ്റ് ഹിറ്റ് സൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് അരെ ചെയ്യാം. വാ. ഓക്കെ, അപ്പോ മിസ്റ്റിക് രാഗാസിൽ നിന്നാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ശിവനന്ദ. ശിവനന്ദ. கையெல்லும் பிஞ்சு இப்போ மச்சினி தரையில குந்திக்கிட்டா மச்சினி கைலிய கட்டிக்கிட்டு முலகில கட்டிலில் சாஞ்சிக்கிறான். கல்யாண புதுசுல வாசந்தம் பூசுவேன். ஓ சேலை சிக்குல கொட்டி மடியில நான் மடிஞ்சிட்டேன். முத்தமும் தந்தேன், பூவை கொடுத்தேன், சக்கரை போலத்தை பேசி சிரிப்பேன். பூசாமணியும் குறவேசி போன குடிகாரனே நீ. குடிகார ஆகி போய் மச்சினி குழி தோண்டி தள்ளி புட்டா. மச்சினி ஆசைய பேசாமதா என்னையும் அக்கறையில விட்டு புட்டானே. மைனரு வெட்டி கட்டி மனசில்ல அம்பு விட்டா. ஓடித்தான் பிடிச்சு வளைஞ்ச இடுப்ப கிள்ளி வைப்பான். இப்ப சீவி சிங்காரிச்சு அழகானா நின்னாலும் ஏதாச்சும் சாக்குதா சொல்றா. கிட்ட கோவத்தை வச்சுக்கிட்டு கண்டபாடு கத்தி நீயும் அழுதனிக்க ஆறுதாலும் தந்தே. நம்ம சேர்ந்துத வச்ச வேற சின்ன சின்ன வம்ப சொல்லி குப்பை போல நீயும் தூக்கி போட்டு. காட்டு பூச்சினா உன்னை கலகடிக்குதா. வார்த்தை அழகு எல்லாம் வைத்து விடுந்து போச்சா. விட்டா மூச்சந்தி நின்ன முட்டாளா என்ன ஆக்குறேன். மைனாரு வெட்டி கட்டி மச்சினி மனசுல அம்பு விட்டா. மச்சினி கண்ணாடி மாட்டிக்கிட்டு என்ன பார்த்து நச்சுன்னு கண்ணடிச்சா. சுந்தமா புத்தி இல்ல மச்சானே, சொல்றதும் கேட்பதில்ல மச்சானே. பக்கத்து வீட்டில் எல்லாம் வத்த வச்சு மொத்தமா செஞ்சு புட்டா. வாழ்கையா எடுத்துட்டு மச்சானே வந்ததும் அழுதுடுவா. மச்சானே ஏதாச்சும் பேச போனா உன் தங்கச்சி எத்தித்தா ஓடி போவா. அவங்க என்ன பகலிங்க என்ன உன்னுள்ள வச்சதான் காப்பானே உன்ன. எந்த சோகமும் பக்கம் வந்தா எதிரே நின்னும் மோதி வெற்றி கொள்வாரே. துன்பங்கள் ஏதும் வந்தா அவனே நெஞ்சுக்குள் பூட்டிக்குவா. நீ வைக்கும் பொட்டுக்குள்ள அவனோ வாழ்க்கையா வாழ்ந்துக்குவா. മേലൊക്കെ ഒന്ന് സ്ട്രെച്ച് ആയി. ശിവനന്ദ ചേച്ചി സൂപ്പർ. താങ്ക് യു. അടിപൊളി. എന്താണ് ലാസ്റ്റ് കാണിച്ചു കൂട്ടിയത് ഇവിടെ? കാണിച്ചു കൂട്ടിയത് അല്ല, അവളങ്ങ് എൻജോയ് തിമർക്കുക. നമുക്ക് എല്ലാവർക്കും ഭ്രാന്തായി ലാസ്റ്റ്. അതെ അതെ, സൂപ്പർ ആയിരുന്നു കേട്ടാ. ഒരു വലിയ കൈയടി കൊടുക്കുക എല്ലാവരും. ശരത് സാർ, കാര്യകാരണങ്ങളൊക്കെ പറയൂ. ഈ സോങ് ദസറ എന്നുള്ള മൂവിയിലാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ സാർ, എഴുതിയിരിക്കുന്നത് മുത്തമിഴ് സാർ, പാടിയിരിക്കുന്നത് ദീക്ഷിത മാമും അതുപോലെ തന്നെ അനിരുദ്ധ് രവിചന്ദ്ര സാറും. നല്ല രസമുള്ള ഒരു പാട്ട്. എനിക്കാകെ തോന്നിയ ഒരെണ്ണം ശിവനന്ദ, ശ്രുതി. അതായിരുന്നു ഒരു
ഒരു പ്രശ്നം. ബാക്കിയൊക്കെ നല്ല ആ പാട്ടിൻ്റെ എന്താണ് വികാരം ഉൾക്കൊണ്ട് പാടി. പക്ഷെ അത് ഒന്ന് ചില ലാൻഡിങ് എങ്കിലും ഒന്ന് ചേർന്ന് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെയാണ്. ഫോക്കാണെങ്കിലും ഫോക്കിൽ അങ്ങനെ നമ്മൾ എന്നാലും ശ്രുതി ഈ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമല്ലേ, ആധാരമല്ലേ ശ്രുതി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊക്കെ ഫോക്കാകുമ്പോൾ അത് അങ്ങനെ ഇരുന്നാലും കൂടെ, പക്ഷേ ചില കുത്തി കുത്തി കാണിക്കുന്ന നോട്ടുകൾ അത് ഷഡ്ജമാണെങ്കിൽ ആ ഷഡ്ജം കുറച്ച് ആ ചേരുമ്പോഴാണ് അതിൻ്റെ സുഖം കേട്ടോ. മറ്റേതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, കാര്യം അതിൻ്റെ ഒരു സ്വഭാവം അതാണല്ലോ. ഇപ്പം ശിവനന്ദ ഒന്ന് ആ ഒരു പല്ലവി ഒരു 2 ലൈൻ പാടാമോ? പക്കാ ശ്രുതിയിൽ. മൈനറ് വെട്ടിക്കട്ടി മച്ചിനി വേട്ടി മൈനറ് വെട്ടിക്കട്ടി മച്ചിനി മനസ്സില്ല അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്നെ പാത്ത് നച്ചുന്ന് കണ്ണടിച്ച കണ്ണടിച്ച കേക്കണം. കണ്ണടിച്ച അന്ന് പാടുമ്പോ അത് ഭയങ്കര ഓടാണ് കേൾക്കാൻ. നച്ചുന്ന് കണ്ണടിച്ച ഇപ്പോഴും ഒരിച്ചിരി ചേരായിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് മൈനർ വേട്ടിക്കട്ടി വേട്ടി ദീർഘമുള്ളത് അങ്ങനെ തന്നെ പറയണം. വെട്ടിക്കട്ടി എന്ന് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം, വെട്ടി എന്നാണ് കേട്ടോ. മൈനർ വേട്ടിക്കട്ടി മച്ചിനി മനസ്സില അമ്പ വിട്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പറയൂ ശിവനന്ദ? അർത്ഥം അറിഞ്ഞൂടാ. മൈനർ വേട്ടി മൈനർ വേട്ടി കെട്ടി എന്നുള്ള വേട്ടി കെട്ടുന്നതാണ്. മൈനർ വേട്ടി കെട്ടി മച്ചിനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യയുടെ അനിയത്തിയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു പാട്ടാണ്. അതുപോലെ അടുത്ത എന്താണ് അത്? അനുപല്ലവി വീട് വീട് മൂലക്കും മുക്കും ഓടിത്താൻ പേടിച്ച് വലഞ്ച ഇടുപ്പ കിള്ളി വെപ്പാ. മൂലക്കും അത് കേൾക്കണം, അത് കേട്ടോ. അത് ദീർഘം കേൾക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പാർത്ത അഴക് എല്ലാം കാട്ട് പോച്ചിതാ ഉന്ന കലങ്കടിക്കുതാ പാർത്ത അഴക് എല്ലാം വേത്ത് വിടുന്ന് പോച്ചാ. വേത്ത് വിടുന്ന് പോച്ച അതിനു ശേഷം പാർത്തഴക് എല്ലാം വേത്ത് വിടുന്ന് പോച്ച വിട്ടാ മുച്ചന്തി നിന്ന് മുട്ടാള വിട്ടാ മുച്ചന്തി. മുച്ചന്തി എന്നുള്ള ഇപ്പുറത്ത് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം. നമ്മൾ കേൾക്കുന്നവർക്കും അത് വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നു കേട്ടോ. മുച്ചന്തി അപ്പൊ അത് പറയാമോ? പാർത്തഴക് എല്ലാം വേട്ട് വിടുന്ന് പോച്ച വിട്ടാ മുച്ചന്തി നിന്ന് മുട്ടാള വിട്ടാ മുച്ചന്തി നിന്ന് മുച്ചന്തി എന്ന് തന്നെ പറയണം. മുച്ചന്തി എന്നുള്ളത് ഒരു വാക്കാണ്. അത് മുച്ചന്തി എന്ന് തന്നെ കേൾക്കണം കേട്ടോ. അത് ശരിയായിക്കോളൂ. കേൾക്കുമ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. പ്രധാനമായിട്ട് ഈ ശ്രുതിയായിരുന്നു എനിക്കൊരു പെശകായിട്ട് ഫീൽ ചെയ്തത്. അത് ഇവിടെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല, എന്നാലും അതൊന്ന് നിൽക്കുന്നതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് നിന്നാൽ നല്ലതായിരുന്നു. പക്ഷെ നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ഡാൻസ് ചെയ്യിച്ചു. എന്തൊക്കെയാ ഞാൻ ചെയ്തു കൂട്ടിയെന്ന് അറിഞ്ഞു. അസാധ്യമായിട്ടോ എല്ലാവരും ഡാൻസ് കളിച്ചു. വല്ലാത്തൊരു ഒരവസ്ഥയായി. എക്സസൈസ് ആയിരുന്നു ജഡ്ജിങ് പാനലിൽ. അത്രേ ഉള്ളൂ. ഇതാരാ സെലക്ട് ചെയ്ത പാട്ട്? ഞാൻ തന്നെയാ സെലക്ട് ചെയ്തത്. എങ്ങനെ? ഹൗ കം? അത് കുറേ സോങ്സ് കൊടുത്തായിരുന്നു. അപ്പം ലേറ്റസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പം ലാസ്റ്റ് കിട്ടിയ സോങ് ഇതായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്തു. നല്ല ഓളമുള്ള 2 എന്താ പറയണ്ട, ഒരു തൃശ്ശൂരും ചതുരശ്വരം അല്ലേ? ഒരു തക്കട്ടും തക്കച്ചിക്കും ഉണ്ടല്ലോ, ഇല്ലേ? അത് എനിക്ക് തോന്നിയതാണോ? അല്ല. പിന്നെ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എടാ ആദ്യത്തെ ഏതാ പോർഷൻ എന്ന് പാടിക്കേ? ആദ്യത്തെ പല്ലവി ഏതാ? മൈനാറ് വെട്ടിക്കട്ടി മച്ചിനി മനസ്സില്ല അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കിട്ട് എന്നെ പാത്ത് നച്ചെന്നെ കണ്ണടിച്ച ഉള്ളം പാടരുത്, ക്ഷീണിക്കും ഞാൻ. അടുത്ത സെറ്റപ്പ് ഒരു റിതം ചേഞ്ച് ഉള്ളത്. വീട് മൂലക്കും മുക്കും ഓടിത്താൻ പേടിച്ച് വലഞ്ച കിടപ്പ കിള്ളി വെപ്പാ ഇപ്പൊ CV സിംഗാരിച്ച് അഴകാനാ. ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ളത്, ആ താളം ചേഞ്ച് ഉള്ളത്. ഇതാ ഞാൻ പറഞ്ഞ ഒരു തക്കട്ടയും തകതിമയും ഇല്ലേ എന്ന് അതിന് കൃത്യമായിട്ട് അങ്ങോട്ട് ഉത്തരം പറയുക. അത്രേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ഈ വേഷവും പ്രത്യേകിച്ച് ആ കണ്ണാടിയൊക്കെ വെരി ഗുഡ്. എല്ലാം നല്ലതായിരുന്നു. പാടിയതും നന്നാടാ.
ഇപ്പം നീ ഇത് സ്റ്റുഡിയോയിലാണ് പാടുന്നത്, നമുക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ അലുവ പോലെ ട്യൂൺ ചെയ്ത്, ആ ട്യൂൺ ചെയ്യേണ്ട സ്ഥലം മാത്രം എല്ലാം ഇട്ട് വരച്ചാൽ കൊള്ളത്തില്ല ഈ പാട്ടിൻ്റെ മൂഡ് പോകും. ചേരേണ്ട സ്ഥലം മാത്രം അങ്ങോട്ട് ചേർത്ത് വിട്ടാൽ ഗുമ്മായിരിക്കും. അപ്പോൾ നമ്മളിത് ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അതിനുള്ള സ്കോപ്പില്ല കേട്ടോ. അപ്പോൾ ഇത് പാടിയത് നന്നായിരുന്നു, ശിവനന്ദ ശ്രുതി മാത്രം എനിക്ക് അതായിരുന്നു ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു ശരത് സർ. MG സർ. ശിവനന്ദ സാർ. എന്തായിരുന്നു ഡാൻസ്, അതെ, ഒരു രക്ഷയില്ല. താങ്ക് യു സാർ. തുടക്കം തൊട്ട് അവസാനമായപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ നോക്കുമ്പോ അണ്ണാച്ചുണ്ട് last ഭയങ്കര dance. എന്ന് വേണ്ട, ആ തമിഴ്നാട് റിയൽ അതെ. സ്റ്റൈലിലായിരുന്നു ഇവിടെ. കാലക്ക് കേട്ടോ, നല്ല രസമുണ്ട്. യഥാർത്ഥ അണ്ണാച്ചിയായി. പാട്ട് നല്ല പാട്ടാ, നല്ല രസമുണ്ട്. നമ്മുടെ ചിത്രത്തിലെ ഒരു പാട്ട് കേട്ടുണ്ട്, കാടുമീ നാടുമെല്ലാം കാക്കും മാനത്തെ തമ്പുരാനേ, തായത്തു കെട്ടിക്കാം നിനക്ക് താമ്പൂലം നൽകിയിടാം. ഇല്ലേ, ഇനി പാട്ടൊന്ന് പാടി. 2, 3, 4. മൈനര് വെട്ടിക്കെട്ടി മച്ചിനി മനസ്സില്ല അമ്പ് വിട്ട മച്ചിനി കണ്ണാടി മാട്ടിക്കെട്ട് എന്നെ പാത്ത് നച്ചെന്ന് കണ്ണടിച്ച. അതെ, ആ ഒരു ഫീൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങോട്ട്. ആ പാട്ട് മോഹൻലാൽ പാടിയാണ്, മോഹൻലാലായിരുന്നു പാട്ട് പാടിയത്. ആ ഓർമ്മ വന്നു. എന്തായാലും ഡാൻസും പാട്ടും ഒക്കെ കൊള്ളാം. എക്സെപ്റ്റ് മെയിൻ കാര്യം ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒറ്റ കാര്യമാണ് ശ്രുതി. നമ്മൾ എത്ര അടിപൊളി പാടിയാലും ശരി, ശ്രുതി കറക്റ്റ് അല്ലെങ്കിൽ പറ്റില്ല, ഇല്ലേ? അതെ. അപ്പോൾ ആ ശ്രുതി നല്ല കൃത്യമായിട്ട് നിന്നിരുന്നെങ്കിൽ കേൾക്കാൻ നന്നായിരുന്നു. പിന്നെ ഡിക്ഷൻ്റെ കാര്യമൊക്കെ അണ്ണാച്ചി പറഞ്ഞു, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കിവിടെ നല്ലതെന്ന് തോന്നുന്നത് അവിടെ ചീത്ത, അവിടെ ചീത്തയെന്ന് തോന്നുന്നത് നമുക്കിവിടെ നല്ലത്. ഞാൻ പറഞ്ഞത് തമിഴും മലയാളം തമ്മിലുള്ള ഡിഫറൻസാണ്. അതിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി. അപ്പം നമ്മൾ ശ്രുതി വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ഇതിനെക്കാട്ടി ഫാസ്റ്റ് നമ്പർ വന്നാലും ശരി, ഈ കടകടാന്ന് പോകുന്ന സ്ഥലത്തെല്ലാം ശ്രുതി കൃത്യമായിട്ട് നോട്ട്സ് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലൊരു ഇത് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ ഒരുപാട് ഫാസ്റ്റ് നമ്പർ പാടുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. കാരണം എങ്ങനെ പാടിയാലും ആ കറക്റ്റ് ഇതിൽ നിൽക്കണം, സ്വരസ്ഥാനം അത് വിട്ടുപോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കൊള്ളാം, നല്ല ഓളം ഉണ്ടായിരുന്നു, ഡാൻസ് നന്നായിരുന്നു. ഈ ശ്രുതി സ്വരസ്ഥാനങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ശിവനന്ദ, എനിക്ക് ശിവനന്ദയുടെ ടോൺ ഇന്ന് ഭയങ്കര ഇഷ്ടമായി. ശിവനന്ദ പിന്നെ മൊത്തത്തിൽ ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, അത് ശിവനന്ദ ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ശ്രുതി ഡെഫിനറ്റ്ലി നമ്മൾ ക്യാച്ച് ചെയ്തേ പറ്റൂ മോളെ. ഇപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളി പാട്ടാണെങ്കിലും ശരി, എന്ത് പാട്ടാണെങ്കിലും ശരി, ശ്രുതി നമ്മുടെ കയ്യിൽ നിൽക്കണം. ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ അതുപോലെ ഡിക്ഷൻ, ചില വേർഡ്സൊക്കെ നമുക്ക് അയ്യോ എന്നിങ്ങനെ തോന്നിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ടൈം ഇതുപോലെ പിക്ക് ചെയ്ത് വരുമ്പോൾ കെയർഫുള്ളായിട്ട് നിൽക്കുക. കാരണം വേറൊന്നുമല്ല, ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാം തമിഴ്നാട്ടിലെ ആൾക്കാരും വേൾഡ് ഓവർ കാണുന്നതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് കാണുമ്പോൾ എന്ന് ഉള്ളൊരു സംഭവം വരാൻ പാടില്ല. അപ്പോൾ അത് നോക്കാം. സന്തോഷിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. സന്തോഷ് സിനിമയിൽ വരുന്നതിന് മുന്നേ തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. കാരണം ഇതിൻ്റെ ഒക്കെ കണക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അർജുനാണ് എന്നെ വിനീതിനെ പരിചയപ്പെടുത്തിയത്, സന്തോഷിനെ, ജെയ്ക്സിനെ. അപ്പം ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം, അപ്പോൾ അതിലുള്ള മലയാളി എന്ന് പറഞ്ഞ സോങ് ആണോ അതോ മിന്നലഴകെ ആണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ പ്രോഗ്രാമിങ്ങിന് നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റിരിക്കുക തറയിൽ, വിനീത്, ഞാൻ, ജെയ്ക്സ്, സന്തോഷ് അവിടെ സിസ്റ്റത്തിന് മുമ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നു, കേൾപ്പിക്കുന്നു ചെന്നൈയിൽ. അപ്പോൾ അത് ഒരു വൻ മൊമെൻ്റാണ്. അന്നൊന്നും നമുക്കറിയില്ല സന്തോഷ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എന്താ പറയുക, രജനി സാറിൻ്റെ പടം വരെ ചെയ്യും എന്നുള്ളൊരു നിലയിലെത്തുന്നു. അന്ന് നമ്മളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടം. പിന്നെ അതുപോലെ ഉയിർമൊഴി എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഒരു മുറൈ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് സന്തോഷ് ചെയ്തത്. അത് സന്തോഷ് കോളേജിൽ പഠിക്കുമ്പം ചെയ്തൊരു പാട്ടാണ്. അതിൻ്റെ ഒരു റോ വേർഷനുണ്ട്, അത് നമ്മൾ കേട്ടതാണ്. സിനിമയിൽ വന്നത് അതിൻ്റെ ട്യൂൺ മാത്രമേ ഉള്ളൂ, ഓർക്കസ്ട്രേഷനൊക്കെ അവൻ മാറ്റി.
പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ ചെയ്ത ഒരു മുറയുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലിറ്ററലി നമ്മൾ സ്വർഗം കാണും. അതുപോലത്തെ ഒരു ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. അവൻ വെറും കമ്പ്യൂട്ടർ വെച്ചിട്ട് ലൈവോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ജീനിയസാണ് സന്തോഷ്. സന്തോഷിന് വലിയൊരു കയ്യടി നമ്മളിവിടുന്ന് സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ നിന്ന് കൊടുക്കുന്നു. മോളെ ഇതാണ് ശ്രുതി പിടിക്കുക. ബാക്കി സംഭവങ്ങളൊക്കെ കളറായിരുന്നു. താങ്ക് യു ഓക്കെ, സർ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി ശിവനന്ദ, എന്റെ ശിവനന്ദേ, മാം പൊളിച്ചടുക്കിയില്ല ഡാൻസ് ഒക്കെ. താങ്ക് യു. എന്തായിരുന്നു പെർഫോമൻസ്? സൂപ്പർ. അവള് നന്നായി ഒരുങ്ങി നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാനും. ലാസ്റ്റിലാണ് ശിവനന്ദ ഒന്ന് പാടിക്കഴിഞ്ഞു ഇനി ഞാൻ ഡാൻസ് കളിക്കട്ടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ട് സ്റ്റൈലാക്കിയത് രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഓവർ എക്സൈറ്റ്മെന്റില് ശബ്ദത്തിന്റെ വോളിയം അങ്ങ് കൂടിയപ്പം ശ്രുതി നമ്മുടെ കൈവിട്ട് പോയി. അത് ഒരു സത്യമാണ്. പക്ഷെ അതല്ലാതെ മോളുടെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മോള് കലക്കിടാ, നന്നായിരുന്നു. ഇതൊക്കെ ഇത്രയൊക്കെ പഠിച്ച് പാടണ്ടേ അല്ലേ? ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെ പാടണം അല്ലേ? എന്നിട്ട് പാടി. വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പഠിക്കാൻ കുറച്ച് പണിയെടുത്തോ? പഠിക്കാൻ ഈ സോങ്ങിൽ ലിറിക്സ് പഠിക്കാൻ കുറച്ച് ഒരുപാട് പ്രയാസപ്പെട്ടു അല്ലെ? ഒരു യൂഷ്വൽ തമിഴല്ല, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു തമിഴ്. അപ്പൊ നമുക്കത് തലയിൽ ഇരിക്കാൻ കുറച്ച് പാടാം, ബൈ ഹാർട്ടായിട്ട് പാടാൻ അല്ലേ? മോളെ നല്ല അറ്റംപ്റ്റ് തന്നെയായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. എം ജി സർ 9.1. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. ശരത് സർ 9. താങ്ക് യു സർ. താങ്ക് യു സർ. ആ ഷാനിക്ക ശിവനന്ദ സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.1. താങ്ക് യു. സൂപ്പർ. എടാ ഓക്കെ ജഡ്ജസ്. യെസ്. അപ്പൊ ശിവനന്ദ വന്നപ്പോ നമുക്ക് ആ ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിന്റെ ആ ഒരു ഓളം വന്നു അല്ലേ? ഇനി നമുക്ക് മാജിക് ബീച്ച് എന്ന് വിളിക്കാം. വീണ്ടും ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ടിൽ പാടാൻ വരുന്നു സഞ്ജയ്. തങ്കമാന തമിഴ് മൊഴിയിൽ കന്ദസ്വാമി സന്നിധിയിൽ ഇമ്പമോടെ ജപം അരുളിടും ജനം ജനം മനതിൽ അൻപു തൂകുമൊരുവൻ ഹംസമാന തരുണൻ അവതരിച്ച മുരുകൻ ഷൺമുഖൻ. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം, ഭൂലോകം കൈകൂപ്പും മായത്തേരോട്ടം, കടലേടും പിന്മാറും ആഴക്കണ്ണോട്ടം, പാരച്ചേലാട്ടം, തനിയെ പോരാട്ടം, നടനത്തിക വരിയും കളിയാട്ടം വാട്ടം. തിരുമല മുരുകനിക്ക് വാമല മുരുകനിക്ക് തിരുമല മുരുകനിക്ക് വാമല മുരുകനിക്ക്. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം. ലോകം സന്തോഷത്തിൻ കൂടെ ഞാനും നീയും ഒന്നാണടാ, ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന് ഓരോ നാടും കൊണ്ടാടടാ. കോപത്തിൻ പന്തങ്ങൾ നീ അൻപാരയാറ്റേണം, എല്ലോരും എന്നെന്നും
ഒരേ കണ്ണാലെ കാണേണം. തുടങ്ങണ മിനി പൂരം ഇനി അറുമുഖനുടെ കാലം. നട്ടത്തെരി വിളക്കണ പൊടി പൊടിക്കണ കളവ കുങ്കുമത്തിമില മതം. ശരവണ മുരുകനിക്ക് ഷൺമുഖ മുരുകനിക്ക് ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനിക്ക് അഴകായി ഒരുങ്ങി വന്ന മിന്നാട്ടം. അസുരർ അല്ല പറക്കും തുള്ളാട്ടം. ആണ്ടവൻ ഇറങ്ങി വന്ന തീയാട്ടം. ആരും മതിമറക്കും വെള്ളാട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക് തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക്. ആ അടിപൊളി ഹര ഹരോ ഹര ഹര. സഞ്ജയ് സൂപ്പർ അടിപൊളി സെലക്ഷൻ. MG സാർ ഇരിക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടാൻ പറ്റി അല്ലേ? നമുക്ക് ചോദിക്കാം. MG സാർ. സഞ്ജയ് സാറേ നന്നായിരുന്നു മോനെ, നന്നായിട്ട് പാടിയിട്ടു. പിന്നെ ഈ ബാക്കപ്പ് ഉണ്ടല്ലോ ഒരുപാടുണ്ട് നമുക്ക്. നമ്മുടെ ഓർക്കസ്ട്ര നന്നായിട്ട് പ്ലേ ചെയ്തു എങ്കിലും അതിൻ്റെയും താഴെ ഒരുപാട് ലേയേഴ്സ് ജേക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കപ്പും പിന്നെ ആ കോറസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ 3 പേരല്ല, അത് കുറേ ഉണ്ട്. ഇത് ശരിക്കും കുണ്ട്രത്തിലെ കുമരനക്ക് കൊണ്ടാട്ടം അത് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കിയത്. സെയിം സാധനം, പക്ഷേ ഞങ്ങൾക്ക് ഓഡിയോ റൈറ്റ്സ് അവർ തന്നില്ല, കാരണം ആ കമ്പനിക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പാറ്റേണിൽ വേറെ ജേക്സ് വേറൊരു സാധനം ചെയ്ത് അതിനകത്ത് കയറ്റി. ശരിക്കും ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് പടത്തിലുള്ളതല്ല. പടത്തിൽ ഞാനൊരു പാട്ടേ പാടിയിട്ടുള്ളൂ, കൺമണി പൂവേ കണ്ണാടി പൂവേ. പിന്നെ കുറേ പേര് പാടിയിട്ടുണ്ട് വേറെ. അപ്പം ഇത് ഒരു പ്രൊമോ സോങ് വേണമെന്നുള്ള രീതിയിൽ ഈ സോങ് എടുത്ത് ഇത് മോഹൻലാൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാൽ പറഞ്ഞു, അയ്യോ നല്ല പാട്ടാണല്ലോ, പടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ പടം കഴിഞ്ഞ് ഫൈനലായി അപ്പോഴത്തേക്ക് ഒരിക്കലും പറ്റില്ല. അതിലൊരു സീനിൽ പറ്റും. ആ മകനെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് തള്ളിയിട്ട് പോകുന്ന വഴിക്ക് ഒരു തെയ്യവും ഇത്രയൊക്കെ ഉണ്ട്, ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പോകുന്ന ഒരു അവിടെ വേണമെങ്കിലും പറ്റും. പക്ഷേ അത് അവിടെ ആണെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും. പക്ഷെ പാട്ടിനൊരു പ്ലേസ്മെൻറ്റേ കിട്ടിയില്ല, ചെയ്തും പോയി. അപ്പോൾ ശോഭനയും പറഞ്ഞതുപോലെ, അയ്യോ നല്ല പാട്ടാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, എങ്ങനെ ചെയ്യും, വെറുതെ ഒരു പ്രമോസ് അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എറണാകുളത്തിവിടെ ലാലും ശോഭനയും പിന്നെ ഓൾ ഗ്രൂപ്പ് അതിനകത്ത് എന്നെയും കൂടെ വിളിച്ചിട്ട് ഒരു ഇൻട്രഡക്ഷനിൽ തങ്കമാന അതിൻ്റെ ഒരു പാടാൻ വേണ്ടി ഒരു അവസരം തരുൺ മൂർത്തി തന്നു. തങ്കമാന തമിഴ് മൊഴിയിൽ കന്ദസ്വാമി സന്നിധിയിൽ ബിംബമോടെ ജപം മരുളിടും ജനം ജനം മനതിൽ അൻപു തൂകുമൊരുവൻ അംസമാന തരുണൻ അവതരിച്ച മുരുകൻ. അങ്ങനെ ഈ പാട്ട് വീഡിയോ എടുത്തിട്ട് ലാസ്റ്റിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പടം കഴിയുമ്പോഴത്തേക്ക് വെറുതെ ആ വീഡിയോ അവിടെ പ്ലേസ് ചെയ്തു. ശരിക്കും പടത്തിലില്ല ഈ പാട്ട്. അങ്ങനെയാണ് ഈ ശരിക്കും ഈ പാട്ട് ഒന്നുകൂടെ പോപ്പുലർ ആവാൻ കാര്യം. ഇല്ലെങ്കിൽ വെറും ഒരു പ്രൊമോ സോങ് ആയിട്ട് പോയേനെ. എന്തായാലും മോൻ നന്നായിട്ട് പാടി, വേറെ പ്രത്യേകിച്ചൊന്നും മിസ്റ്റേക്സ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. മോൻ പാടി കുറച്ചുകൂടെ ഒരു എന്താണ് പറയുന്നത്, അഴകായി ഒരുങ്ങി വന്നാൽ തീയാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ അങ്ങനെയുള്ള ഒരു ഇടിച്ചു നിൽക്കുന്ന ഒരു സാധനം വന്നാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം നന്നായിരുന്നു. ഡാൻസ് സൂപ്പർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ് ഒരു കലക്കൻ പാട്ട്, ഉഗ്രൻ സെലക്ഷൻ. പിന്നെ പറയണ്ടല്ലോ, MG സാർ അത് പാടുമ്പോഴത്തേക്കുള്ള ഒരു ഫീലും ആ ഒരു ജിൽ ജിൽ ജില്ലായിരിക്കും പാട്ട്. ഏത് വേദിയിലാണെങ്കിലും. സർ, ഈ ഒരു പാട്ടിന് വീണ്ടും നന്ദി പറയുന്നു സാറിനോട്. വേൽമുരുക പോലെ തന്നെ കൊണ്ടാട്ടം
ഒരു സൂപ്പർ ഹിറ്റ് പാട്ടായി എല്ലാ വേദികളിലും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായി. വെച്ചാൽ സാർ ഞാനും പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഞാൻ എൻ്റെ എല്ലാ സ്റ്റേജ് ഷോസിലും പാടാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പം ഇതൊരു നമുക്കൊരു വൈബ് തരുന്ന ഒരു പാട്ടാണ്. മോനെ നന്നായിട്ട് തന്നെ പാടി. സഞ്ജയുടെ ഒരു സിംഗിങ് എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗിങ് ആണ്. മെലഡി സോങ്സ് ആയാലും പിന്നെ മാനേ മധുര കരിമ്പേ അതാണ് അവൻ്റെ ഫേവററ്റ്. അത് സ്ഥിരമായിട്ട് കേട്ട് കേട്ട് കേട്ടപ്പോൾ അത് മനോഹരമായിട്ട് പാടുന്നൊരു മോനാണ്, നന്നായിട്ട് പാടുന്ന ആളാണ്. ഇതിൽ എനിക്ക് തോന്നിയത് ആ ഒരു സ്റ്റൈലുണ്ട് ഇതിനകത്ത്, ഒരു പ്രത്യേക ഒരു സ്റ്റൈല് സാർ കൊടുക്കുന്ന ഒരു രീതി അതൊന്ന് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് പാടി മനസ്സിലായിട്ട് പാടി നല്ല ജില്ലായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. ചില എക്സ്പ്രഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് വരാമായിരുന്നു എന്ന് തോന്നി. കുറച്ച് കട്ടായിട്ടുള്ളത് ഒരു മെലഡി പോലെ പോവാതെ ഇടയിലിടയിൽ അതിനൊരു സിനിമാറ്റിക് ഫീല് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് യു ക്യാൻ ഡു ഇറ്റ്. ഇനിയും പാടേണ്ട പാട്ടാണ്. ഇതൊക്കെ ഒരിക്കലും അവസാനിക്കാത്തൊരു പാട്ടാണ്. ഇത് നമുക്ക് എപ്പോഴും കേട്ടാലും ഒരു സന്തോഷമുള്ള പാട്ടാണ്. അപ്പോൾ മോൻ ഇനി അത് പാടും, ഈ പാട്ട് ഇനി വീണ്ടും പാടുമ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡാൻസ് ഒക്കെ കലക്കി ലാസ്റ്റിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്ത പോലെയുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അടിച്ച് കസറി സൂപ്പറായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും പിന്നെ കോറസും എല്ലാം അത് ഗുമ്മാക്കി, നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് തോന്നിയത് കുറച്ചൊരു സിനിമാറ്റിക് എലിമെന്റ്, ഒരു അഭിനയം അതിൽ വരാമായിരുന്നു എക്സ്പ്രഷൻ വൈസ്. അല്ലാതെ യു ഡിഡ് ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ് സാറേ, നല്ല കിടുക്കാച്ചി പാട്ട്, അത് നന്നായിട്ട് പാടിയതാ. എനിക്ക് ആകെ ഉള്ള ആ മൂലോകം ഒന്നൊന്ന് പാടാമോ? മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം. എനിക്ക് മൂലോകത്തിലായിരുന്നു പ്രശ്നം. എനിക്ക് ഭയങ്കര ഹൈ ആയിട്ട് തോന്നിയത്. മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം. ഓക്കെ, സമാധാനായി. അടുത്ത കൊല്ലം എന്നും കൂടെ പാടിക്കും. കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം. താരച്ചേലാട്ടം. അത് കാര്യം, അത് കൃത്യമായിട്ട് ആ ദൈവത്തെ ഹിറ്റ് ആണ്. താരച്ചേലാട്ടം തനിയെ പോരാട്ടം. നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അല്ല, നടനത്തിക പറയും കളിയാട്ടം അങ്ങനെ നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അല്ലല്ല, നടനത്തിക പറയും കളിയാട്ടം ആട്ടം. നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അപ്പൊ അതെല്ലാം നടന തികവറിയും, നടന തികവ് അറിയും. അപ്പൊ ഈ ഒരു മലയാളി ആയതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം, ആ ഭാഷ മനസ്സിലാക്കി വേണം പാടാൻ, കേട്ടോ. അത്രേ ഉള്ളടാ ചക്കരെ. ബാക്കിയൊക്കെ ഡാൻസ് അസാധ്യം. എനിക്ക് കുശുമ്പ് തോന്നി നിന്റെ അടുത്ത് വന്നങ്ങ് ഇടിച്ചാലോ, ഇവനെ ഇടിച്ച് നിലം പരിച്ചാക്കിയാലോ എന്നൊക്കെ തോന്നി. അത്രേ ഉള്ളടാ ചക്കരെ, എനിക്ക് ഇഷ്ടമായടാ. താങ്ക് യു സർ. ഷാനിക്ക. സഞ്ജയ്, അടിപൊളിയായിട്ട് പാടിയടാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, കേട്ടോ. ഇത് ഒരു ആക്ച്വൽ ലേറ്റസ്റ്റ് ഹിറ്റ് സോങ് ആണ്, നോ ഡൗട്ട്. സൂപ്പർ സെലക്ഷൻ, സൂപ്പർ സോങ്. പിന്നെ ഇങ്ങനെ പിന്നെ എന്ത് പാടിയാലും ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആണ്. അതെ. ഓ ആ ഇതുണ്ടല്ലോ, ആ ഗത്ത്, നമ്മള് ഗത്ത് എന്ന് പറയല്ലേ, അത് അണ്ണാ ഒരു വലിയ കൈ. വെറുതെ പാടിയപ്പോൾ ആ ശബ്ദം അതെ, അത് ആ സ്പ്രെഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. അല്ലല്ല, ഒരു മിനിറ്റ്. നീ ജോർജ് സാറിന്റെ ഡയലോഗ് പഠിച്ചു എന്നൊരു കരക്കമ്പി ഞാൻ കേട്ടു. സത്യമാണോ? എടാ, ഇതൊക്കെ എന്തൊരു കഷ്ടമെന്ന് പറ. അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണ്ട. നീ എന്തിനാ ഇത് പാടിയത്? അത് പറഞ്ഞാൽ മതിയായിരുന്നു. സഞ്ജയ്, നമുക്ക് ജോർജ് സാറിനെ ഒന്ന് കാണണം. നമ്മള് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ഇപ്പൊ എം ജി സാറ് ചെയ്യും കേട്ടോ. സാർ സൂപ്പർ ആയിട്ട് ചെയ്യും ജോർജ് സാറിന്. ഹലോ. ഹായ് സർ. 45 വർഷമായടാ ഞാൻ ഈ ഫീൽഡില് മുമ്പോട്ട് പോണു. നീയൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ പോണില്ല കേട്ടോ. ഇനിയും ഞാൻ തുടരും. ഇനി ഇതിനെ വെല്ലാൻ നിനക്ക് പറ്റും. 36 വർഷമായടാ ജോർജ് സാർ. 36 വർഷമായടാ ജോർജ് സാർ പോലീസായിട്ട്. ഇതിൻ്റെ ഇടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ്
2 ദിവസം കഴിഞ്ഞ് റിട്ടയർഡായി DYSP മെറ്റൽ വാങ്ങി പോകുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. 36 വർഷമായടാ. ആ അങ്ങനെ അങ്ങനെ വരണം. 36 സാറൊന്ന് പറയ് സാർ. ആ. വർഷമായടാ. ജോർജ് സാറ് ഈ പോലീസിൽ തുടരുന്നു. 2 മാസം കൂടെ കഴിയുമ്പം ഞാൻ വിരമിക്കും. എന്നാലും ജോർജ് സാർ ആണടാ. ആ ഒരു സ്റ്റൈല്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെറുപ്പിക്കണം. 36 വർഷമായടാ ജോർജ് സാറ് പോലീസായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചരിത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. വെറുതെ 2 ദിവസം കഴിഞ്ഞ് DYSP മെറ്റൽ വാങ്ങി പോകുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ 9.3. താങ്ക് യു സാർ. ശരത് സാർ 9.4 മാർക്സ്. താങ്ക് യു സാർ. ചേച്ചി സഞ്ജയ് ഹലോ. ഓക്കെ, സോ ടോട്ടൽ 18.7. അടുത്തായി നമ്മൾ ട്രിബ്യൂട്ട് റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ ആശാ ഭോസ്ലെ മാമിന് ട്രിബ്യൂട്ട് ആയിട്ട് വരുന്നു മിസ്റ്റേക്ക് രാഗാസിൽ നിന്നും അർച്ചന. पर्दे में रहने दो, पर्दा न उठाओ, पर्दे में रहने दो, पर्दा न उठाओ, पर्दा जो उठ गया तो भी खुल जाएगा। अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, पर्दे में रहने दो, पर्दा न उठाओ, पर्दे में रहने दो, पर्दा न उठाओ, पर्दा जो उठ गया तो भी खुल जाएगा। ओई अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा, अल्लाह मेरी तौबा। मेरे पर्दे में लाख जलवे हैं, कैसे मुझसे नजर मिलाओगे, जब जरा है नकाब उठाओगी, जब जरा भी नकाब उठाओगी, याद रखना के चल ही जाओगी। तो पर्दे में रहने दो, पर्दा न उठाओ, पर्दे में रहने दो, पर्दा न उठाओ, पर्दा जो उठ गया तो भी खुल जाएगा। उई उई अल्लाह मेरे तौबा, अल्लाह मेरे तौबा, अल्लाह मेरे तौबा, अल्लाह मेरे तौबा।
वाला भी होश खोता है हाथों पर्दे में रहने दो पर्दा ना उठाओ पर्दे में रहने दो पर्दा ना उठाओ पर्दा जो उठ गया तो भी खुल जाएगा हुई हुई अल्लाह मेरी तौबा अल्लाह मेरी तौबा अल्लाह मेरी तौबा अल्लाह मेरी तौबा हाय जिसने मुझे बनाया है वो भी मुझको समझ न पाया है मुझको सजदे के है इंसान मुझको सजदे के है इंसान इन फरिश्तों ने सर झुकाया है हाथों पर्दे में रहने दो पर्दा ना उठाओ पर्दे में रहने दो पर्दा ना उठाओ पर्दा जो उठ गया तो भी खुल जाएगा हुई हुई अल्लाह मेरी तौबा अल्लाह मेरे तौबा अल्लाह मेरी तौबा अल्लाह मेरी तौबा हुई हुई अल्लाह मेरी तौबा अल्लाह मेरी तौबा अल्लाह मेरी तौबा अल्लाह मेरी तौबा अरे वाह, क्या बात है, super. വെരി ഗുഡ് थैंक यू सर അർച്ചന സൂപ്പർ ആയിരുന്നു അർച്ചന. സ്റ്റെപ്പൊക്കെ ഡാൻസ് സൂപ്പർ, ലാസ്റ്റ് പോസ് സൂപ്പർ, എല്ലാം സൂപ്പർ. ഇതെന്നെ തലയിലൊക്കെ സ്റ്റാറോ? അത് ഇവിടുത്തെ ഹെയർ ചേട്ടന്റെ ഫുൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് അർച്ചന. സൂപ്പർ ആയിട്ടുണ്ട് അത്. അതെ, yes. കിരൺ എന്ന് പറഞ്ഞ ചേട്ടൻ ഒന്ന് തിരിയൂ. എല്ലാ കളറും ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. ബ്ലൂ, ഗ്രീൻ, റെഡ്, പർപ്പിൾ എല്ലാം ഉണ്ട്. താങ്ക് യു ഓക്കെ, ചോദിക്കാം നമുക്ക്. ഡിക്സനോട് ആദ്യം ചോദിച്ചു. അർച്ചന സർ അടിപൊളിയായിരുന്നേ. താങ്ക് യു സർ അർച്ചന ഒരു എക്സ്പ്രഷൻ റാണിയാണ് കേട്ടോ. താങ്ക് യു സർ കുറെ വാക്കുകൾക്ക് കൊടുക്കുന്ന എക്സ്പ്രഷനൊക്കെ അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. ഇതിന് മുമ്പ് പാടിയ പാട്ടിനും ഇതുപോലെ എക്സ്പ്രഷൻസ് വാരി വിതറിയായിരുന്നില്ലേ? ഏതായിരുന്നു ആ ഗാനം? മുത്തമഴ. ആഹാ, അരെ വാ. അപ്പം ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻസ് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. നല്ല നല്ല രസമായിട്ട് നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. ഡാൻസും പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു, കോറസും അടിപൊളിയായിരുന്നു. ഈ ചരണത്തില് അവസാനം ഹോഷ് ഖോത്താ ഹെ അവിടെ എടറിയോ? എന്താണ് അവിടെ സംഭവിച്ചത്? ഹോഷ് വാല ഭി അവിടുന്ന് പാടിക്കും. होश वाला भी होश वाला भी होश वाला भी होश वाला भी होश खोता है. അവിടെ എന്തോ ഒന്ന് ടേക്കില് സംഭവിച്ചിട്ടുണ്ട്. ടെലികാസ്റ്റ് വരുമ്പോ നോക്കാം. പിന്നെ ചെറിയ ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രുതി പ്രശ്നം, ബാക്കി അതർവൈസ് ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഡാൻസും ആ ഒരു എനിക്കൊന്ന് ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട് അതെ, അവിടെ. നന്നായിരുന്നു മോളെ, അടിപൊളിയാക്കി. ഡിക്ഷൻ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ബേസിക്കലി അത് കുറേ തവണ പറഞ്ഞാണ്. മുജേ ആണ്, മുജേ അല്ല, അങ്ങനത്തെ കുറച്ച് ഉണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. താങ്ക് യു ശരത് സാർ. അർച്ചന സർ മനോഹരമായിട്ട് പാടി അർച്ചന, താങ്ക് യു സർ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ബാക്കിയുള്ള കാര്യം പറഞ്ഞ സർ, ഇത് ഷിക്കാർ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ലിറിക്സ് എഴുതിയിട്ടുള്ളത് ഹസ്രത് ജയ്പൂർ സാറാണ്. കമ്പോസ് ചെയ്തിട്ടുള്ളത് ശങ്കർ സാറും ജയകിഷൻ സാറും. ശങ്കർ ജയകിഷൻ സാറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാടിയിട്ടുള്ളത് ആശാ ഭോസ്ലെ. അയ്യോ, ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്ന ഷാന്റെ അടുത്ത് അമ്മ പാടിയത് കൺട്രോള്, ഒരു നിവൃത്തിയില്ലാത്ത ഒരു പാട്ടുകാരി. ആ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ ബ്രൈറ്റ് ആവാം,
എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കാരണം അത് കേട്ടിട്ടെ കാരണം നമുക്കത് ഒരിക്കലും തിരിച്ചൊരെണ്ണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുന്നംകുളത്ത് കൊടുത്താൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ആശാജിയുടെ സിംഗിങ്. ഒരു നിവൃത്തിയില്ല. അയ്യോ, ഓരോ പാട്ടും ആ അമ്മ പാടിയേക്കുന്നത് ഒരു നിവൃത്തിയില്ലാത്ത പാട്ടുകാരി. കേട്ട് പേടിച്ചിട്ടുള്ള ഒരു ഗായികയാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ അമ്മച്ചി ഇങ്ങനെ ഒരാളൊന്ന് അത് പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടമായി അർച്ചന പാടി. പല ഏരിയകളും ബ്യൂട്ടിഫുള്ളാണ്. ആകെ എഴുതിയ ഇപ്പം ഷാൻ പറഞ്ഞത് തന്നെയാണ് ഞാനും വരച്ചിട്ടേക്കുന്നത്. ഹോഷ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എഴുതാൻ മറന്നുപോയി. കാര്യം അത് പോട്ടെ, വാട്ടെവർ, അത് നോക്കിക്കോളാം. ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ദൈവമായിട്ട് തന്നതായിരിക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി. ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി അർച്ചന. ബ്യൂട്ടിഫുള്ളായിരുന്നു. ആ ഒരു കോമ്പൻസേഷൻ നമുക്ക് തരേണ്ട വികാരം 100% കിട്ടിയിട്ടുണ്ട് അർച്ചന പാടുമ്പോൾ. ബ്യൂട്ടിഫുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. അർച്ചന നല്ല രസമായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഇതിന്റെ ചെറിയ മിസ്റ്റേക്ക്, ഒന്നോ രണ്ടോ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് അവർ പറഞ്ഞു. ഡിക്ഷന്റെ കാര്യം ഡിക്സ് അണ്ണൻ പറഞ്ഞു. ബാക്കി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ചുകൂടെ ഒരു എന്താ പറയുന്ന ഒരു ബ്രൈറ്റ്നെസ്. ഫീലൊക്കെ നന്നായിരുന്നു. ഫീലൊക്കെ കൊള്ളാം അല്ലേ അണ്ണാ? പിന്നെ ഫീലൊക്കെ നല്ല ഫീലായിരുന്നു. ആ ബ്രൈറ്റ്നെസ്, അതായത് കുറച്ചുകൂടെ ലെവൽ കുറച്ചും കൂടെ ഒരു ഗെയിൻ. पर्दे में रहने दो, पर्दा ना उठाओ, पर्दे में रहने दो, पर्दा ना उठाओ, पर्दा जो उठ गया तो भेद खुल जाएगा, खुल जाएगा. अल्लाह मेरी तौबा, अल्लाह मेरी तौबा. അതാണ് ഇപ്പോഴാണ് അതിന്റെ ഒരു നമുക്ക് ഒരു തുറന്ന വോയിസ് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു ബ്യൂട്ടി വന്നു. ഇത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നന്നായിരുന്നു വക്കീൽ. ചേച്ചി അർച്ചന സ്റ്റൈലിഷ് അർച്ചന ഇന്ന് അതിസുന്ദരിയായിട്ടുണ്ട് അർച്ചന. കാണാനും അതിസുന്ദരമായിട്ട് പാടുകയും ചെയ്തു. എക്സ്പ്രഷൻസ് ഒരുപാടുണ്ടായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ഇത് ആശാജിയുടെ വെച്ചാൽ സ്റ്റേജ് പെർഫോമറാണ് ആശാജി. ആശാജിയുടെ ഷോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആശാജി ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ സ്റ്റെപ്സൊക്കെ കൈകൊണ്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആളാണ്. അപ്പം അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ആശാജി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക. ഭയങ്കര പെർഫോമൻസ് ആണ്. വോയിസിലൂടെയാണ് അവരുടെ പെർഫോമൻസ്. അവരുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിറഞ്ഞു, സ്റ്റേജ് അങ്ങ് നിറഞ്ഞു. അത്തരത്തിലുള്ളൊരു വോയിസ് ടെക്സ്ചർ, അത്ര ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു വോയിസാണ്. അത്ര അടിപൊളി വോയിസ്. അപ്പം അങ്ങനെ കേട്ട ഒരു പാട്ട് ശരിക്കും മോള് പാടിയപ്പോൾ മോളുടേതായ ഒരു വോയിസിൽ മോളുടെ എക്സ്പ്രഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നന്നായിട്ട് പാടി. ഇത് ഈ സാർ പറഞ്ഞത് കുറച്ചുകൂടി ഒരു ഓപ്പൺനെസ് വന്നിരുന്നെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആവും. കാരണം ആ ഒരു ത്രോ ഉണ്ട് ആശാജിയുടെ സിംഗിങ്ങിൽ. നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും എപ്പോഴും. ഒരു സിംഗർ പാടുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ, യേ ലड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है, होते 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 प्यार होता है, हो ये लड़का हाय अल्लाह कैसा है दीवाना. ആശാജിയുടെ ഇത്തരത്തിൽ പെപ്പി ആയിട്ടുള്ള സോങ്സ് എല്ലാം എത്ര ഡ്രാമയാണ് ശരിക്കും അവരുടെ വോയിസിൽ. സിനിമാറ്റിക് എന്തൊക്കെ എക്സ്പ്രഷൻസ് കൊടുക്കാം അത് മുഴുവനും ഉണ്ട് ആശാജിയുടെ സിംഗിങ്ങിൻ്റെ അകത്ത്. അവരാണ് അഭിനയിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അവരുടെ സിംഗിങ്. അപ്പം മോളുടെ ഈ ഒരു സെലക്ഷൻ ഉഗ്രനാണ്. ഇത് മനോഹരമായൊരു സെലക്ഷൻ. മാക്സിമം മോൾ അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എക്സ്പ്രഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രസൻസ് കുറച്ചുകൂടി ആവാം. അതിനി പോകെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ദിസ് വാസ് ഫാന്റാസ്റ്റിക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. ഓക്കെ, ശരത് സർ. അർച്ചന സർ 9.6 മാർക്സ്. അരെ വാ. താങ്ക് യു സർ. MG സർ 9.5. ഒട്ടും കുറയ്ക്കുന്നില്ല. നന്നായി. So total 19.1. ഓ, അടിപൊളി. അത്രയും വേണ്ടായിരുന്നു. സൂപ്പർ.